ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇന്നത്തെ കഥ നമ്മുടെ ആൻ്റണിയെ വഴക്ക് പറഞ്ഞുകൊണ്ടുള്ള ആ സീൻ തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ആൻ്റണിയെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഇനി ഇവൻ്റെ കൂടെ കണ്ടു കഴിഞ്ഞാൽ നല്ല അടി കിട്ടും, വെറുതെ ഇപ്പനെ അടി വാങ്ങിക്കാൻ നിൽക്കണമെന്ന് നീ വേഗം വിട്ടോ, വണ്ടി വിട്ടോ എന്ന് പറയാണ്. ശരത്തിനാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ട്. കുറേ സമയം ഇവനെ വഴക്ക് പറഞ്ഞ് ഞാൻ നോക്കി നിൽക്കുന്നു, എന്താ ചേച്ചിയുടെ വിചാരം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ടാ, ശരത്തെ നീ ചേച്ചി എതിർത്ത് സംസാരിക്കാൻ വേണ്ടി ആയോ നീയൊക്കെ? അപ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, അവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഫ്രോഡിൻ്റെ കുരിയല്ലേ അവൻ നടക്കുന്നത്, കൂട്ടുകൂടി നടക്കുന്നത്, പിന്നെ അങ്ങനെ ആകാതിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, മതി വിട്ടേക്കട ശരത്തെ, നമ്മുടെ ചേച്ചിയല്ലേ, ചേച്ചിക്ക് അങ്ങനെ നമ്മളെ പറയാനുള്ള അവകാശമുണ്ട്, പറയട്ടെ എന്നൊക്കെ പറയണം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നീ വേഗം ഇവിടുന്ന് സ്ഥലം കാലിയാക്കാൻ നിന്നോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. ഇനി എൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ ആളും പരിസരമൊന്നും നോക്കില്ല, നല്ലതിനെ വെച്ചിരുന്നു പറയാണ്. എന്നിട്ട് ശരി ചേച്ചി എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എടാ ശരി ശരത്തെ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആൻ്റണി അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്നിട്ട് അതോടെ കഴിയും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സച്ചിയുടെ ഫ്രണ്ടില്ലേ പൂമാല കെട്ടിക്കൊടുത്ത് ആ ഒരു റെക്കമെൻഡ് ചെയ്ത ഫ്രണ്ടും വേറെ 2 പാർട്ടീസാണ് ഇന്ന് അവിടെ ഉള്ളത്. സച്ചി എവിടെയും ചോദിക്കും അവർ. അപ്പോൾ പറയും ഇതാ ഇപ്പോൾ വരും, വെയിറ്റ് ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് സച്ചി അവിടെ എത്തും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആൾ സച്ചി, ഇത് നമ്മുടെ വിജയകുമാർ സാറിൻ്റെ 2 ഫ്രണ്ട്സാണ്, അതായത് കൂടെയുള്ളവർ തന്നെയാണ് എന്നൊക്കെ പറയണം. അപ്പോൾ സച്ചിയെ സംഭവം സെക്കൻഡ് ഹാൻഡ് കാറ്, അവർക്കൊരു സെക്കൻഡ് ഹാൻഡ് കാറ് വേണം, അത് നോക്കാൻ വേണ്ടിയിട്ട് സച്ചിയെ വിളിച്ചു വരുത്തതാണ്. നീ ആ കാറ് തൊട്ട് നോക്കിയിട്ട് നല്ലതാണോ മോശമാണെന്ന് പറയില്ലേ, അതിനാണ് നിന്നെ വിളിച്ചത്, നിനക്ക് കാറിനെക്കുറിച്ച് നല്ല അറിവില്ലേ, അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞതാണ്. ഇപ്പോൾ ഇവർ പറഞ്ഞു സച്ചിനെ നോക്കിയാൽ മതിയെന്ന്. അപ്പോൾ ഇവിടെ അടുത്ത് സെക്കൻഡ് ഹാൻഡ് കാർ കിട്ടുന്ന നല്ല ഷോറൂം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവൻ പറയും ഉണ്ട്, നല്ല ഷോറൂമൊക്കെ ഉണ്ട്, വാ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയാണ്. അതിലിടയ്ക്ക് എന്നെ നീ പുകഴ്ത്തല്ലേ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടെന്താ സച്ചി ഒരു ഷോറൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും അവരെ. അതിന് മുന്നേ നമ്മുടെ സുധി ആ ഷോറൂമിലെത്തിയിട്ടുണ്ട്. അതേ ഷോറൂമിലെത്തിയിട്ട് അവനിങ്ങനെ കാറുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള സ്റ്റാഫ് അവനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവൻ പറയും ഇത് ഇഷ്ടമായില്ല, വേറെ കാറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. എന്നിട്ട് ഇത് സാർ നോക്കുന്ന 10ാമത്തെ കാറാണെന്നൊക്കെ സ്റ്റാഫ് പറയും. അപ്പോൾ സാറിന് എന്ന് പറയും. അപ്പോൾ എന്താ പിടിക്കാത്തതെന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ എനിക്ക് ഈ കാറുകളൊന്നും ഇഷ്ടപ്പെടുന്നില്ല, അത് കാറിൻ്റെ കുറ്റമാണ്, കാറിൻ്റെ കുഴപ്പം കൊണ്ടാണ്, അല്ലാതെ എൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്നൊക്കെ ഇങ്ങനെ സുധി പറയും. എന്നിട്ട് വേറൊരു കാറ് കാണിച്ചു കൊടുക്കും. അപ്പോൾ അത് സുധിക്ക് ഇഷ്ടം, നല്ല വണ്ടിയാണ്, എങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്, എനിക്കിത് ഇഷ്ടമായി. എന്നിട്ട് റേറ്റൊക്കെ ചോദിക്കും. എന്നിട്ട് 1 ലക്ഷം രൂപ ഇപ്പോൾ തരാം, ബാക്കി നമുക്ക് ലോണാക്കാം എന്നൊക്കെ പറയും. അപ്പോൾ എന്താ സാർ നമുക്ക് റെഡിയാക്കാം, പേപ്പേഴ്സ് റെഡിയാക്കാമെന്ന് പറയും. അപ്പോൾ സുധി പറയും, ഒരു മിനിറ്റ്, നിങ്ങൾ പോയി പേപ്പേഴ്സ് റെഡിയാക്കി, എനിക്ക് എൻ്റെ വൈഫിനെ ഒന്ന് വിളിച്ചിട്ട് ഈ കാറൊന്ന് കാണിക്കണം, നിങ്ങൾ പോയി പേപ്പേഴ്സ് റെഡിയാക്കുക, അപ്പോഴത്തേക്ക് ഞാൻ വരാമെന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് സുധി അങ്ങോട്ടേക്ക് മാറി നിൽക്കും. ശ്രുതിയെ വിളിച്ചു വരുത്തും. ശ്രുതി കുറച്ച് കഴിഞ്ഞ് അവിടെ എത്തും. എന്നിട്ട് ശ്രുതി ഇങ്ങനെ എന്താ ശ്രുതി എന്നെ വിളിച്ചു വരുത്തി എന്താ കാണണമെന്ന് പറഞ്ഞെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, എങ്ങനെയുണ്ട്, നമ്മളൊരു കാറ് വാങ്ങാൻ പോവുകയാണ്, കാറ് കൊണ്ട് കാണിക്കാമെന്ന് പറയണം. അപ്പോൾ ശ്രുതി ആദ്യം കേട്ടപ്പോൾ തന്നെ ശ്രുതി പറയും, കാറ് നമുക്കിപ്പോൾ വേണോ, എന്തിനാ ശ്രുതി ഇപ്പം നമുക്കൊരു കാറ് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കണം, അത് നമുക്ക് ബിസിനസ് ചെയ്യാമെന്ന് പറയണം. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, അത്യാവശ്യമാണ്, നമുക്കൊരു കാർ അത്യാവശ്യമാണ്, നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ നമുക്ക് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് അവിടെ ഇവിടെയൊക്കെ പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ബസ്സിലാണോ പോവുക, നമുക്കൊരു കാർ വേണ്ടേ, മാത്രമല്ല ഒരു ലോൺ എടുക്കണമെങ്കിൽ നമുക്കിപ്പം ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ട് ഒരു ലോൺ വേണ്ടി വരും. അപ്പോൾ ലോൺ എടുക്കുമ്പോൾ കാറിലാണ് നമ്മൾ പോയി ഇറങ്ങുന്നതെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ലോൺ തരും. അപ്പോൾ എന്തായാലും നമുക്ക് കാറ് എന്തായാലും വേണമെന്ന് പറയണം. അപ്പോൾ ശ്രുതി വീണ്ടും കാറൊക്കെ അത്യാവശ്യമാണ്, നമുക്ക് ആദ്യം ബിസിനസ് തുടങ്ങിയിട്ട് അതിൻ്റെ പ്രോഫിറ്റ് ഒന്ന് ഇങ്ങനെ കാറ് വാങ്ങാം എന്നൊക്കെ പറയുമ്പോഴാണ് ശ്രുതി ഇതെന്നെ പറയും, കാർ അത്യാവശ്യമാണ്, നമുക്ക് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് കാർ അത്യാവശ്യമാണെന്നൊക്കെ അങ്ങനെ പറയും. എന്നിട്ട് ശ്രുതി ഓക്കെ, ശ്രുതിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ സംസാരിക്കും. എന്നിട്ട് ശ്രുതിക്ക് കാറൊക്കെ കാണിച്ചു കൊടുക്കും. ശ്രുതി ഇഷ്ടമായി, നല്ല കാറാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. എന്നിട്ട് ഒന്നും കൂടി നമുക്ക് ചിന്തിച്ചുകൂടെ, കാറ് വേണോ ഇപ്പോൾ വേണോ എന്നുള്ളതിൽ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചുകൂടെ എന്ന് ചോദിക്കും. ശ്രുതി പറയും, ഒന്നും ചിന്തിക്കാനില്ല, കാറ് നമുക്ക് അത്യാവശ്യം തന്നെയാണെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ബുക്ക് ചെയ്യും. അപ്പോൾ വാ നമുക്കിനി പേപ്പേഴ്സൊക്കെ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും കൂട്ടി ഉള്ളിൽ പോവും. അപ്പോഴത്തേക്കും ഇപ്പുറം സച്ചി അവരെ അവിടെ കൂട്ടിയിട്ട് വരും. എന്നിട്ട് നേരത്തെ അറ്റൻഡ് ചെയ്ത അതേ സ്റ്റാഫിനെ ഇവർക്ക് അറ്റൻഡ് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ഓരോ കാറൊക്കെ കാണിച്ചു കൊടുക്കും. കുറേ കാറ് കാണിച്ചു കൊടുക്കും, ഒന്നും അവർക്ക് ഇഷ്ടാവില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ കാറും കളറൊക്കെ ഇഷ്ടമാവും.
പക്ഷേങ്കിൽ നമ്പർ ശരിയല്ല, നമ്പർ ഒന്നും ഇഷ്ടമാവുന്നില്ല എന്ന് വെച്ചാൽ ഒരു ലക്കി നമ്പർ എന്തെങ്കിലും ഒരു ഉണ്ടാവും അതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്പർ ഒട്ടും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാർ കൊടുക്കില്ല. ലാസ്റ്റ് സുധിയുടെ കാറിലെത്തും. അത് പിന്നെ അങ്ങനെയാണല്ലോ, സുധിയുടെ കാർ അവർക്ക് ഇഷ്ടപ്പെടും, കളർ ഓക്കെ ആവും, മോഡൽ ഓക്കെ ആവും, നമ്പർ പിന്നെ ഡബിൾ ഓക്കെ ആവും. അങ്ങനെ എല്ലാം കൂടെ ഓക്കെ ആയിട്ട് അപ്പോഴത്തേക്ക് അതിന് മുന്നേ അറ്റൻഡർക്ക് ഒരു കോൾ വന്നിട്ട് അവരങ്ങോട്ടേക്ക് പോകും. നിങ്ങൾ കാറ് നോക്കുമെന്ന് പറഞ്ഞിട്ട് അറ്റൻഡർ അങ്ങോട്ടേക്കും ആ സ്റ്റാഫ് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ എന്നിട്ട് ഇതാണ് ഈ കാറ്. അതിന് ശേഷമാണ് ഇവർ കാണുക സുധിയുടെ ബുക്ക് ചെയ്ത കാറ്. അപ്പോൾ എന്നിട്ട് അറ്റൻഡർ തിരിച്ചു വന്നിട്ട് അറ്റൻഡ് ചെയ്ത ആൾ എന്നാണ് ഉദ്ദേശിച്ചത്. സ്റ്റാഫ് തിരിച്ചു വന്നിട്ട് പറയും, ഇതാ ഈ സച്ചി പറയും, ഈ കാർ ഇഷ്ടപ്പെട്ടു, ഒറ്റ നോട്ടം തന്നെ ഇഷ്ടപ്പെട്ടു, കുറച്ചേ ഓടിയിട്ടുള്ളൂ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് നമ്മുടെ സ്റ്റാഫ് പറയും, ഈ കാറാണോ അത്, പിന്നെ സുധി എന്നൊക്കെ ഇങ്ങനെ ഉരുണ്ട് കളിക്കും. അപ്പോൾ സച്ചി എന്ന് വയ്ക്കും. അപ്പോൾ സച്ചി ചോദിക്കും, എന്താ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് പറയും. അപ്പോൾ സ്റ്റാഫ് പറയും, അത് പിന്നെ ഇതൊരാൾ ബുക്ക് ചെയ്തതാണ്, നേരത്തെ കുറച്ച് മുന്നേ ഒരു വലിയൊരു ബിസിനസ്മാൻ വന്നിട്ട് ഇത് ബുക്ക് ചെയ്തതാണ്, അദ്ദേഹത്തിന് കണ്ട് ഇഷ്ടപ്പെട്ടതാണ്, അദ്ദേഹത്തിൻ്റെ വൈഫിനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് എന്നോട് പേപ്പറൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്, എന്നിട്ട് അങ്ങനെ അദ്ദേഹം പോയതാണെന്ന് പറയും. അപ്പോൾ സച്ചി പറയും, ആണോ, അയ്യോ അദ്ദേഹം അഡ്വാൻസ് ഒന്നും തന്നിട്ടില്ലല്ലോ, വാക്കാലെ ബുക്ക് ചെയ്തിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും. സാറില്ല, ഈ കാറ് ഇദ്ദേഹത്തിന് കൊടുത്തേക്ക്, അവർ വേറെ കാറ് നോക്കിക്കോട്ടെ എന്നൊക്കെ പറയും. അപ്പോൾ സ്റ്റാഫ് പറയും, അത് പിന്നെ ശരിയല്ലല്ലോ, അവർ ബുക്ക് ചെയ്തതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. അഡ്വാൻസ് തന്നില്ലെങ്കിൽ വാക്കാലെ ഉറപ്പിച്ച് ബുക്ക് ചെയ്തതാണല്ലോ, പേപ്പേഴ്സ് ശരിയാക്കാൻ പറഞ്ഞാണെന്നൊക്കെ പറയും. അപ്പോൾ സച്ചി പറയും, അതിന് വാക്കാലേന്നല്ലേ ഉള്ളൂ, ഇദ്ദേഹം പിന്നെ നേതാവിൻ്റെ പാർട്ടീൻ്റെ ആളാണ്, ഇദ്ദേഹത്തിന് കൊടുത്തോന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണുന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും, ആ ബുക്ക് ചെയ്ത ആളെ കാണുന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ സച്ചി പറയും, അദ്ദേഹം പോയിട്ടുണ്ടാവും, അദ്ദേഹത്തിൻ്റെ വൈഫിന് കാർ ഇഷ്ടപ്പെട്ട് കാണില്ല, അദ്ദേഹം പോയിട്ടുണ്ടാവും, കാർ നിങ്ങൾ ഇദ്ദേഹത്തിന് കൊടുക്കുമെന്നൊക്കെ പറയും. അപ്പോൾ സ്റ്റാഫ് പറയും, അങ്ങനെ പറഞ്ഞാൽ ശരി, പറയാതെ ഒന്നും പോകില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് സച്ചി സംസാരത്തിൽ ഭയങ്കരമല്ലേ, സംസാരിച്ച് വീഴ്ത്താൻ പുലിയല്ലേ, നിങ്ങൾ എന്നെ സംസാരിച്ച് നോക്കുമെന്ന് പറയും. അപ്പോൾ ബിസിനസ്മാനാന്ന് പറയുന്നുണ്ട് കേട്ടോ, രണ്ടോട്ടം പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയും ഉള്ളിലുണ്ടാവും. അവരോട് പോയിട്ട് സ്റ്റാഫ് പറയും, ഒരു പ്രശ്നമുണ്ട് സാർ, ഒന്നിങ്ങ് വരണമെന്ന് പറയും. എന്നിട്ട് പ്രശ്നമോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ശ്രുതിയും പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ സച്ചി ശ്രുതിയും തമ്മിൽ അവിടെ നിന്ന് കാണുവാണ്. കണ്ടപ്പോൾ തന്നെ അവർ രണ്ടാളും ഒന്ന് ഞെട്ടും. എന്നിട്ട് ഇതാണ് സാർ ഞാൻ പറഞ്ഞ ആൾ കാർ ബുക്ക് ചെയ്ത ബിസിനസ്സുകാരനെന്ന് പറയും. അപ്പം തന്നെ സച്ചി ഒരേ ചിരി, ബിസിനസ്സുകാരനോ ഇവനോ എന്നുള്ള രീതിയിലുള്ള ഒരേ ചിരിയാണ്, കളിയാക്കിയിട്ട് ചിരിക്കുന്ന പോലൊരു ചിരി. അപ്പോൾ ഇവർക്ക് രണ്ടൊക്കെ അത് പിടിക്കുന്നില്ല കേട്ടോ കാണുമ്പം. എന്നിട്ട് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു കിട്ടിയ കാശ് മൊത്തം നിങ്ങൾ എങ്ങനെയെങ്കിലും കളയുമെന്നുള്ളത് കാര്യം. ഇപ്പോൾ ഉറപ്പായി, എന്തിനാണ് വെറുതെ കാശ് കളയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയും. കിട്ടിയ കാശ് കൊണ്ടുപോയിട്ട് ഒരു ബിസിനസ് തുടങ്ങുമെന്ന് ഇങ്ങനെ പറയും. കാറിൻ്റെ ആവശ്യമൊന്നും ഇപ്പം എനിക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് എന്താ സച്ചി നീ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും നമ്മുടെ സ്റ്റാഫ്. എന്നിട്ട് ഇങ്ങനെ പറയും, ഇവനാണോ, ഇയാളെ അറിയുമോ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അറിയാം. അപ്പോഴത്തേക്കും എല്ലാവരും അവിടെ വരും കേട്ടോ, കമ്പനിയുടെ ഓണർ, പിന്നെ ഇവൻ്റെ കൂടെ വന്ന പാർട്ടിക്കാരന്മാർ എല്ലാവരും അവിടെ ഇങ്ങനെ വരും. എന്നിട്ട് ഇങ്ങനെ ഇയാളെ അറിയുമോ ചോദിക്കുമ്പോഴത്തേക്ക് അറിയാം, പറഞ്ഞു വരുമ്പോൾ എൻ്റെ ചേട്ടനായിട്ട് വരും എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ഇവൻ ബിസിനസ്സുകാരനൊന്നുമല്ല, എന്തെന്നാ പറഞ്ഞാൽ കപ്പൽ വാടക കൊടുക്കുന്ന ബിസിനസ്സുകാരനോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരേ ചിരിയായിരിക്കും. അപ്പോൾ ശ്രുതി ഇങ്ങനെ ചോദിക്കും, എന്താ സച്ചി നീ നിൻ്റെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് നീ നിൻ്റെ ഏട്ടനെ കളിയാക്കുവാണോ എന്നിങ്ങനെ പറയും, അപമാനിക്കുവാണോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ സച്ചി പറയും, അപമാനിക്കുമെന്നല്ല, എന്നാലും ഇല്ലാത്ത കാര്യം എന്തിനാ ഇവൻ പറയുന്നത്, ബിസിനസ്സുകാരെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്നൊക്കെ പറഞ്ഞു, ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കിയിട്ട് നാണം കെടുന്നത് അപമാനിക്കപ്പെടുന്നത് ഇവൻ തന്നെയാണെന്നുള്ള രീതിയിൽ സച്ചി പറയും. എന്നിട്ട് അപ്പോൾ കാറിൻ്റെ കാര്യം എന്നിങ്ങനെ പറയും സച്ചി, കാറിൻ്റെ കാര്യം എന്നിങ്ങനെ പാർട്ടിക്കാരൻ പറയും. അപ്പോൾ പറയും അപ്പോൾ സച്ചി ഇങ്ങനെ പറയും, എടാ ഒരു കാര്യമുണ്ട്, നീ നോക്കി വെച്ച കാറ് ഇതാ ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ഇവർക്ക് കൊടുത്തേക്ക്, നിനക്ക് എന്തിനാടാ കാറ് ഇപ്പം ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയേ ഒന്നും പറ്റില്ല, ഇത് ഞാൻ ഇഷ്ടപ്പെട്ട കാറാണ്, ഞാനാണ് ആദ്യം ബുക്ക് ചെയ്തത് എന്നൊക്കെ പറയും. അപ്പോൾ സച്ചി പറയും, നീ ബുക്ക് ചെയ്തിട്ട് വാക്കാലം ഉറപ്പിച്ചിട്ടല്ലേ ഉള്ളൂ, പൈസ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ ശ്രുതി പറയും, എന്തെന്നാലും കുഴപ്പമില്ല, ഞാനാണ് ആദ്യം വന്നത്, ഞാനാണ് ആ കാറ് കണ്ട് ഇഷ്ടപ്പെട്ടത്, ഞാനാണ് ആദ്യം ബുക്ക് ചെയ്തത് എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, നിനക്കിപ്പോൾ കാറിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, നീ ആദ്യം ആ കാശ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെറുതെ കളയാതെ കാശ് കൊണ്ട് ബിസിനസ്സിലിട്, ഒരു ബിസിനസ് തുടങ്ങാൻ നോക്കുക, അല്ലാതെ വെറുതെ കാശ് ഇങ്ങനെ കളയുകയല്ല വേണ്ടത്, എന്നിട്ട് നിനക്കിപ്പോൾ കാറിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, സച്ചി നീ എന്തിനെങ്ങനെ വാശി പിടിക്കുന്നത്, നിൻ്റെ ഏട്ടന് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ആ കാറ് വാങ്ങാൻ നോക്കി ആ കാറാണ്, അതെന്തിനാണ് നീ മറ്റുള്ളവർക്ക് അവർക്ക് കൊടുത്തേക്ക് എന്തിനാണ് പറയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് ഇഷ്ടമല്ലേ, എനിക്ക് എൻ്റെ ഏട്ടനെക്കാളും വലുതാണോ അവരെന്നൊക്കെ ചോദിക്കും. അപ്പോൾ സച്ചി പറയേ അതൊന്നുമല്ല,
ഇവനിപ്പോൾ ഒരു കാറിൻ്റെ ആവശ്യമില്ല, നിങ്ങളത് ബിസിനസ് തുടങ്ങാൻ വേണ്ടത്, അല്ലാണ്ട് ഇപ്പോൾ ഒരു കാറിൻ്റെ ആവശ്യമില്ല, വെറുതെ ഷോ ഓഫ് കാണിക്കേണ്ട ആവശ്യം, അതിന് വേണ്ടിയിട്ടല്ലേ കാർ എടുക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല. ഇവർക്കാണെങ്കിൽ ഒരു കാർ ആവശ്യമുണ്ട് ഇപ്പം തന്നെ, അതുകൊണ്ടാണ് അവർക്ക് കൊടുത്തേക്കെന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയാണ്. എന്നിട്ടും അപ്പോൾ ഓണറോട് ചോദിക്കും ഇങ്ങനെ. എന്നിട്ട് ഓണറോട് സച്ചി പറയും ഇദ്ദേഹത്തിന് കാർ കൊടുത്തേക്ക്, ഇവനിപ്പോൾ ഒന്നും വേണ്ടെന്ന് പറയും. സുധിയെ സമ്മതിക്കില്ല. സുധി പറയും ഞാനാണ് ആദ്യം വന്നത് ഞാൻ. എന്നിട്ട് സച്ചി പറയും ഇവനെങ്ങനെയാണ് കാശ് തരാമെന്ന് പറഞ്ഞത്, റെഡി ക്യാഷ് ആണോ എന്ന് ചോദിക്കും, ഫുൾ ക്യാഷ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ഓണർ പറയും അല്ല, 1 ലക്ഷം ഇപ്പോൾ അടച്ചിട്ട് പിന്നെ ലോണാണെന്ന് പറയും. അപ്പോൾ സച്ചി പറയും ഇതാ ഇവർ ഫുൾ ക്യാഷാണ്, ഇന്ന് തന്നെ ക്യാഷ് തരും എന്നൊക്കെ ഇങ്ങനെ പറയും, റെഡി ക്യാഷ് ആണെന്ന് പറയും. അപ്പോൾ പിന്നെ ഇങ്ങനെ ആലോചിക്കും ഇനിയൊന്നും നോക്കാനില്ല, ഇദ്ദേഹത്തിന് കൊടുത്തേക്കെന്നൊക്കെ പറയും. എന്നിട്ട് സച്ചി എന്നാൽ പിന്നെ അദ്ദേഹത്തിന് കാറ് കൊടുത്തേക്ക് എന്നിങ്ങനെ പറയും. സുധിക്കല്ലാതെ മറ്റേ പാർട്ടിക്ക് കാറ് കൊടുത്തതെന്ന് ഓണർ പറയും. അപ്പോൾ സുധി പറയും ഇതെന്തെന്നാ ഇത് ശരിയല്ല കേട്ടോ എന്ന് പറയും. അപ്പോൾ ഓണർ പറയും സച്ചി പറഞ്ഞ പിന്നെ എനിക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല, സച്ചി എനിക്ക് വിശ്വസ്തനായിട്ടുള്ള ആളാണ്, മുന്നേ അറിയുന്ന ആളെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ആ പ്രശ്നം ഇവിടെ സോൾവ് ആവുന്നല്ല, അവിടെ ആ ഒരു കാറിൻ്റെ പ്രശ്നമാണ് തീരും. എന്നിട്ട് ശ്രുതിയും അങ്ങോട്ടേക്ക് പോകും. കാറ് നിങ്ങൾ വേറെ നോക്കിയെടുത്തോന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി പറയും വേണ്ട, നിങ്ങൾ അങ്ങനെ ഔദാര്യമൊന്നും വേണ്ട എന്നിങ്ങനെ പറയും, പൈസ കുറച്ച് തരാമെന്നൊക്കെ പറയും ഇവൻ്റെ ഏട്ടനല്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോകും. എന്നിട്ട് ശ്രുതി ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കും, സച്ചിയും പോട്ടെ എന്നുള്ള രീതിയിൽ നോക്കും. അതവിടെ കഴിയും. പിന്നെ കാണിക്കുന്നത് ഇവരെല്ലാവരും കൂട്ടിട്ട് ബാറിൽ പോയി. സച്ചി ഇവരെ കസ്റ്റമറാണല്ലോ, അല്ല ക്ലയൻറ്റാണല്ലോ ഇവരുടെ. എന്നിട്ട് സച്ചി ബാറിൽ കൊണ്ടുപോകാൻ പറയും. സച്ചി കുറേ നിർബന്ധിക്കും, വാടാ ഒരു പെഗ് അടിക്കാടാ, ഒരു ബിയറെങ്കിലും അടിക്കടാ എന്നൊക്കെ പറയും. സച്ചി പറയില്ല പകൽ സമയം ഞാൻ അടിക്കാറില്ല എന്നൊക്കെ പറയും, ജോലി സമയത്ത് അടിക്കാറില്ല എന്ന് പറയും. അപ്പോൾ അവർ പറയും ഞങ്ങളും ജോലി എടുക്കുന്നില്ലേ, രാഷ്ട്രീയത്തിൻ്റെ ഫുൾ ടൈം ജോലിയല്ലേ, എന്നിട്ട് നമ്മൾ അടിക്കുന്നില്ലേ എന്ന് പറയും ജോലിക്കിടയിൽ. അപ്പോൾ സച്ചി പറയും നിങ്ങളെ പോലത്തെ ജോലിയല്ല എനിക്ക് അടിച്ചാലും വണ്ടി ഓടിക്കില്ല ഞാൻ എന്നൊക്കെ പറയും. എന്നിട്ട് അവനെ നിർബന്ധിക്കില്ല. എന്നിട്ട് അവരെല്ലാവരും കൂടെ എന്നാൽ പിന്നെ നമ്മളിപ്പം പോയിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് നീ വെയിറ്റ് ചെയ്യും, നമ്മൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോകും. പിന്നെ ഒരു ദിവസം കൂടാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്കുള്ളിൽ പോകും. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. താങ്ക് യു സോ മച്ച്.